നമസ്കാരം, പി സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് ഡേ 6 ആണ്. എന്താണ് 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് എന്ന് അറിയാത്ത സുഹൃത്തുക്കൾ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന 280 സുപ്രധാന ടോപ്പിക്കുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതും 20 ദിവസം കൊണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഒത്തിരി പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ള ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ ഡേ 6 ആണ് നോക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് കടക്കാം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മള് നദി ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ, ഭൂഗർഭജലം ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളെ പറ്റി പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ മറ്റു കുറച്ച് ഭൂരൂപങ്ങളെ പറ്റി പഠിക്കാൻ പോവുകയാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ലാസ്റ്റ് നടന്ന LDC എക്സാമിന് പോലും ചോദിച്ചിട്ടുണ്ട് ഭൂരൂപങ്ങൾ. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂരൂപങ്ങൾ പാർട്ട് 2. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാനികൾ മൂലം ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ്, അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പഠിക്കേണ്ടതാണ്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാനികൾ മൂലം ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ്. ഏതാ സുഹൃത്തുക്കളെ? ഹിമാനികൾ മൂലം ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ. അതിൽ തന്നെ ഹിമാനികൾ മൂലം ഉണ്ടാകുന്ന അപരദന ഭൂരൂപങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഹിമാനി മൂലം ഉണ്ടാകുന്ന അപരദന ഭൂരൂപങ്ങൾ. നമുക്കറിയാം, ഹിമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാസുള്ള അല്ലെങ്കിൽ വളരെ ഭാരമുള്ള ഒരു വസ്തുവാണ്. അത് താഴേക്ക് നിരങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപരദന പ്രക്രിയയും നിക്ഷേപ പ്രക്രിയയും നടക്കും. ഈ അപരദന പ്രക്രിയയോ നിക്ഷേപ പ്രക്രിയയോ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തുണ്ടാകും? അവിടെ ഭൂരൂപങ്ങൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ള എന്താണ്? ഹിമാനികൾ ഉണ്ടാക്കുന്ന അപരദന ഭൂരൂപങ്ങൾ. ആദ്യത്തേതാണ് സിർക്കുകൾ. എന്താണ്? സിർക്കുകൾ. പർവ്വതങ്ങളുടെ മുകളിൽ രൂപപ്പെടുന്ന ഹിമാനികൾ പർവ്വത ചെരുവിലേക്ക് നീങ്ങുമ്പോൾ പർവ്വത ചെരുവുകളെ കാർന്നെടുക്കുന്നു. ഇങ്ങനെ രൂപപ്പെടുന്നവയാണ് സിർക്കുകൾ എന്നുള്ളത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെയാണ് ഹിമാനി രൂപപ്പെട്ടതെന്ന് കരുതുക. കണ്ടോ, ഈ ഒരു ഭാഗത്താണ് ഹിമാനി രൂപപ്പെട്ടതെന്ന് കരുതുക. ആ ഹിമാനിക്ക് വളരെയധികം ഭാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഹിമാനി എന്ത് ചെയ്യും? താഴേക്ക് ഇങ്ങനെ ഒഴുകി വരും. ഇങ്ങനെ ഹിമാനി താഴേക്ക് ഒഴുകി വരുന്ന സമയത്ത് വെറുതെ അവൻ ഒഴുകി വരുവോ? ഇല്ല. ഈ പർവ്വതത്തിലുള്ള മണ്ണും കല്ലും മറ്റു ഭാഗങ്ങളും എല്ലാം കൂടെ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന ഹിമാനിയോടൊപ്പം താഴേക്ക് ഒഴുകി വരും. ഇങ്ങനെ രൂപപ്പെടുന്ന ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം കണ്ടോ, കുത്തനെ ഇരിക്കുന്നേ, ഇങ്ങനെ ഒരു ചരിവ് പോലെ താഴട്ടിറങ്ങി വരുന്ന കണ്ടോ, ഇവനെ വിളിക്കുന്ന പേരാണ് സിർക്കുകൾ എന്ന്. അപ്പൊ എന്താ സിർക്കുകൾ എന്ന് ചോദിച്ചാല്, പർവ്വതങ്ങളുടെ മുകളിൽ രൂപപ്പെടുന്ന ഹിമാനികള് പർവ്വത ചെരുവിലേക്ക് നീങ്ങുമ്പോൾ പർവ്വത ചെരുവുകളെ കാർന്നെടുക്കുന്നു. ഇങ്ങനെ രൂപപ്പെടുന്നവയാണ് സിർക്കുകൾ എന്നുള്ളത്. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് ടാൺ ലേക്കുകൾ. എന്താ സുഹൃത്തുക്കളെ ടാൺ ലേക്കുകൾ എന്ന് പറഞ്ഞാല്? ഹിമാനികൾ ഉരുകി അപ്രത്യക്ഷമാകുന്നതോടെ സിർക്കുകളിൽ ജലം കെട്ടിക്കിടന്ന് ചെറു ജലാശയങ്ങൾ രൂപപ്പെടുന്നു. ഇവയാണ് ടാൺ ലേക്കുകൾ. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ചിത്രത്തിൽ ശ്രദ്ധിക്കുക. നമ്മൾ സിർക്കുകൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ചിലപ്പോൾ ഇങ്ങനെയുള്ള സിർക്കുകൾ മാത്രമല്ല ഉണ്ടാകുന്നത്. ചില സിർക്കുകൾ എന്ത് ചെയ്യും? ഇങ്ങനെ വളഞ്ഞു വേണമെങ്കിലും രൂപപ്പെടാം കേട്ടോ. ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ താഴേക്ക് കുത്തനെ ഒഴുകി പോകുന്ന രീതിയിലും സിർക്കുകൾ രൂപപ്പെടാം. ഇങ്ങനെ ഒരു വളവുണ്ടെങ്കിൽ അവിടെ എന്താ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹിമാനി ഉരുകുമ്പോൾ അതിന്റെ ജലം എന്ത് ചെയ്യും? വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കും. ഇങ്ങനെ ജലം വന്ന് കെട്ടിക്കിടന്നിട്ട് അങ്ങനെ രൂപപ്പെടുന്ന ലേക്കുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ടാൺ ലേക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ മനസ്സിലായല്ലോ എന്താണ് ടാൺ ലേക്ക് എന്നുള്ളത്? ഹിമാനികൾ ഉരുകി അപ്രത്യക്ഷമാവുമ്പോൾ സിർക്കുകളിൽ എന്ത് ചെയ്യും? ജലം കെട്ടിക്കിടന്ന് ചെറു ജലാശയങ്ങൾ രൂപപ്പെടുന്നു. ഇവയാണ് ടാൺ ലേക്കുകൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്തതാണ് ഹോണുകൾ. വളരെ ഇമ്പോർട്ടന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഹോണുകളും സിർക്കുകളും. ഹോണുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. സിർക്കുകൾക്ക് ശീർഷതല അപരദനം സംഭവിച്ചാണ് ഹോണുകൾ രൂപപ്പെടുന്നത്. ഹോണുകൾ എന്ന് വെച്ചാൽ എന്താണ്? സിർക്കുകൾക്ക് ശീർഷം എന്ന് വെച്ചാൽ തല, ശീർഷതല അപരദനം സംഭവിച്ചാണ് ഹോണുകൾ ഉണ്ടാകുന്നത്. സുഹൃത്തുക്കളെ, ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. കണ്ടോ, ഈ ഈ കൂർത്തിരിക്കുന്ന ഭാവം ഉണ്ടല്ലോ, ഇവനെ വിളിക്കുന്ന പേരാണ് ഹോൺ എന്നുള്ളത്. ഒന്നുമില്ല, എങ്ങനെ ഹോൺ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാല്, ഇവിടെ മൊത്തം ഹിമാനി ഇരിക്കുവാണെന്ന് കരുതുക. സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. ഇവിടെ ഹിമാനി ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു ഹിമാനിക്ക് ഭാരമുണ്ടെങ്കിൽ ഹിമാനി എന്ത് ചെയ്യും? താഴേക്ക് ഒഴുകി വരുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഹിമാനി താഴേക്ക് ഒഴുകി വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഹിമാനി ഇരുന്ന ഭാഗം, അതായത് ഈ ഹിമാനി ഇരുന്ന മുകൾ ഭാഗത്ത് കൂടുതലായി അപരദന പ്രക്രിയ ഉണ്ടാകും. കാരണം എന്താ? അവിടെയാണ് ഹിമാനി അള്ളിപ്പിടിച്ചിരുന്നത്. അവനാണ് താഴേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അപരദന പ്രക്രിയ കൂടുതലായിട്ട് കൂർത്ത ഭാഗമായിട്ട് മാറും. അല്ലെങ്കിൽ ആ തലഭാഗം എങ്ങനെയാണ്? കൂർത്ത രൂപത്തിലേക്ക് മാറും. ഇങ്ങനെ രൂപപ്പെടുന്നവയാണ് ഹോണുകൾ എന്നുള്ളത് ഓർക്കുക. അപ്പൊ എന്താണ് ഹോണുകൾ എന്ന് പറഞ്ഞാല്? സിർക്കുകളുടെ ഏറ്റവും ശീർഷഭാഗം, അതായത് തലഭാഗത്ത് അപരദനം കൂടുതലായിട്ട് സംഭവിച്ച് രൂപപ്പെടുന്നവയാണ്
ഹോണുകൾ എന്നുള്ളത് ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് എറേറ്റുകൾ. എന്താണ് എറേറ്റുകൾ? സിർക്കുകൾക്ക് പാർശ്വശീർഷ ഭിത്തികൾ കൂടുതലായി അപരദനം സംഭവിച്ച് നേർത്തു വരുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്നവയാണ് എറേറ്റുകൾ. എന്താണ് എറേറ്റുകൾ എന്ന് പറഞ്ഞാല് സിർക്കുകൾക്ക് പാർശ്വശീർഷ ഭിത്തികൾ കൂടുതലായിട്ട് അപരദനം സംഭവിക്കും. എന്താ ഈ പാർശ്വശീർഷ ഭിത്തികൾ? ഞാൻ മാർക്ക് ചെയ്ത് തരാൻ സുഹൃത്തുക്കളെ, ചിത്രത്തിൽ ശ്രദ്ധിക്കുക. കണ്ടോ, ഇങ്ങനെ വരുന്നവനെ കണ്ടോ? ഇവനാണ് പാർശ്വശീർഷ ഭിത്തികൾ എന്ന് പറഞ്ഞാൽ കേട്ടോ, അതായത് വക്കുകൾ എന്നർത്ഥം. അപ്പൊ ഈ പാർശ്വശീർഷ ഭിത്തികൾക്ക് എന്താണ് കൂടുതലായിട്ട് അപരദനം സംഭവിച്ച് ഇവന്മാര് ഈർച്ച മുനയുള്ള വാള് പോലെ അല്ലെങ്കിൽ അത്രയും ഷാർപ്പായിട്ടുള്ള എന്തായിട്ട് മാറും? നല്ല എഡ്ജുകളായിട്ട് മാറും. ഇങ്ങനെ രൂപപ്പെടുന്നവയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? എറേറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെറ്റാണ്. അപ്പൊ സിർക്കുകൾക്ക് പാർശ്വശീർഷ ഭിത്തികൾക്ക് കൂടുതലായിട്ട് അപരദനം സംഭവിച്ച് നേർത്ത് നല്ല ഷാർപ്പായിട്ട് മാറും. ഇങ്ങനെ ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? എറേറ്റുകൾ. ഓർത്തോണേ. അപ്പോ എറേറ്റുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ദാണ്ട് ഈ ചിത്രത്തിൽ ഞാൻ രണ്ടാമത് ഒരു എറേറ്റ് മാർക്ക് ചെയ്ത് തരാം. ഇങ്ങനെ വരുന്നവനെയാണ് എന്തെന്ന് പറയുന്നത്? എറേറ്റുകൾ എന്ന് പറയുന്നത്. അതുകൂടെ ഒന്ന് ഓർക്കുക. അടുത്തതാണ് ഹിമാനീകൃത താഴ്വര. എന്താണ് ഹിമാനീകൃത താഴ്വര? ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതും താരതമ്യേന മിനുസമാർന്ന വിശാല അടിത്തറയോട് കൂടിയ യു-രൂപ താഴ്വരകൾ അറിയപ്പെടുന്ന പേരാണ് എന്തെന്നുള്ളത്? നമ്മുടെ ഹിമാനീകൃത താഴ്വര എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഹിമാനീകൃത താഴ്വരകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതും താരതമ്യേന മിനുസമാർന്ന വിശാല അടിത്തറയോട് കൂടിയ യു-രൂപ തടങ്ങളാണ് ഹിമാനീകൃത താഴ്വരകൾ എന്നറിയപ്പെടുന്നത്. ഓർക്കുക. അടുത്തതാണ് ഫിജോർഡുകളും അല്ലെങ്കിൽ ഫിയോർഡുകളും. ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ ഉയർന്ന അക്ഷാംശ മേഖലകളിൽ, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉത്തര ധ്രുവത്തിലോ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിലോ ഉള്ള കേസാണ് പറയുന്നത് കേട്ടോ. അവനെയാണ് നമ്മളെ ഈ ഉയർന്ന അക്ഷാംശ മേഖല എന്ന് പറയുന്നത്. സമുദ്രത്തിനോട് ചേർന്നുള്ള ഹിമാനീകൃത താഴ്വരകൾ രൂപപ്പെടുന്നു. ഈ താഴ്വരകളിൽ സമുദ്രജലം കെട്ടിക്കിടന്ന് ഇത്തരം ഹിമാനീകൃത താഴ്വരകളെ ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്നു. ഒന്നുമില്ല സുഹൃത്തുക്കളെ, സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. നമ്മുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിൽ സ്വാഭാവികമായിട്ടും നല്ല മഞ്ഞുവീഴ്ച ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ധാരാളം ഹിമാനികൾ അവിടെ രൂപപ്പെടുകയും ചെയ്യും. ഇങ്ങനെ രൂപപ്പെടുന്ന ഹിമാനികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമുക്കറിയാം അല്ലെ, ആർട്ടിക് സമുദ്രവും അന്റാർട്ടിക് സമുദ്രവും ഒക്കെ എവിടെയുണ്ട്? നമ്മുടെ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലുമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ എന്ത് ചെയ്യും? സമുദ്രം എപ്പോഴും നമ്മുടെ പർവ്വത നിരയുമായിട്ട് എപ്പോഴും ചേർന്നായിരിക്കും കാണപ്പെടുന്നത് നമ്മുടെ സമുദ്രം. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഹിമാനികൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? സമുദ്രത്തിലേക്ക് ഇറങ്ങിയായിരിക്കും കാണപ്പെടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ സമുദ്രത്തിനോട് ചേർന്നായിരിക്കും കാണപ്പെടുന്നത്. ഇങ്ങനെ ഹിമാനികൾ ഉണ്ടാക്കുന്ന താഴ്വരകളിലേക്ക് സമുദ്രജലം കെട്ടിക്കിടന്ന് ഉണ്ടാകുന്നവയാണ് ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഹിമാനികൾ ഉണ്ടാക്കുന്ന നിക്ഷേപ ഭൂരൂപങ്ങൾ. ഗ്ലേഷ്യർ ടില്ല് ഹിമാനി ഉരുകുന്നതിന്റെ ഫലമായി നിക്ഷേപിക്കപ്പെടുന്ന വലുതും ചെറുതുമായ സമ്മിശ്ര കോണീയ ചില അവശിഷ്ടങ്ങളെയാണ് ഗ്ലേഷ്യർ ടില്ലുകൾ എന്നറിയപ്പെടുന്നത്. ചിത്രത്തേക്ക് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, ഇതിനെയാണ് നമ്മൾ ഗ്ലേഷ്യർ ടില്ലുകൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഹിമാനി ഉരുകുന്നതിന്റെ ഫലമായിട്ട് നിക്ഷേപിക്കപ്പെടുന്ന വലുതും ചെറുതുമായ സമ്മിശ്ര കോണീയ ശിലകൾ, അതായത് കോണിന്റെ രൂപത്തിൽ ഇങ്ങനെ കോണീയ ശിലകൾ അവശിഷ്ടങ്ങൾ കാണപ്പെടും. ഇവയെ വിളിക്കുന്ന പേരാണ് ഗ്ലേഷ്യർ ടില്ല് എന്നുള്ളത്. അടുത്തതാണ് ഔട്ട് വാഷ് നിക്ഷേപങ്ങള്. ഹിമാനിയുടെ വശങ്ങളിലും താഴ്ഭാഗത്തും മഞ്ഞുരുകുന്നതിന്റെ ഫലമായി ചെറു നീർച്ചാലുകൾ രൂപപ്പെടുകയും ഇവ ചെറിയ തോതിലുള്ള ശിലാ അവശിഷ്ടങ്ങള് താഴേക്ക് ഒഴുക്കിക്കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇത്തരം വിസ്തൃതമായ ഹിമ ജല നിക്ഷേപങ്ങളെ ഔട്ട് വാഷ് നിക്ഷേപങ്ങൾ എന്നറിയപ്പെടുന്നു. കണ്ടോ സുഹൃത്തുക്കളെ, ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഔട്ട് വാഷ് സമതലങ്ങൾ അല്ലെങ്കിൽ ഔട്ട് വാഷ് നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഔട്ട് വാഷ് നിക്ഷേപങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിമാനിയുടെ വശങ്ങളിലും താഴ്ഭാഗത്തും മഞ്ഞുരുകുന്നതിന്റെ ഫലമായിട്ട്, അതായത് ഈ വശങ്ങളിലും ഈ താഴ്ഭാഗമുണ്ടല്ലോ അടിഭാഗത്തും മഞ്ഞുരുകുന്നതിന്റെ ഫലമായിട്ട് ചെറിയ നീർച്ചാലുകൾ രൂപപ്പെടുന്നു. ഈ നീർച്ചാലുകൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? നമ്മുടെ പർവ്വതത്തിൽ നിന്നും താഴേക്ക് ഒഴുകി വരും. താഴേക്ക് ഒഴുകി വരുന്ന സമയത്ത് അവൻ ചുമ്മയാണോ വരുന്നത്? അല്ല. അവന്റെ കയ്യിൽ ആരൊക്കെ കാണാം? ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങള്, അതുപോലെ തന്നെ മണ്ണിന്റെ ഭാഗങ്ങള്, ഇങ്ങനെയുള്ളവയൊക്കെ എല്ലാം കൂടെ വലിച്ചുകൊണ്ടായിരിക്കും ഇവൻ ഒഴുകി വരുന്നത്. ഇങ്ങനെ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന വിസ്തൃതമായ ഹിമജല നിക്ഷേപങ്ങളെയാണ് ഔട്ട് വാഷ് നിക്ഷേപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചിത്രത്തിൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഔട്ട് വാഷ് നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും PSC പ്രീവിയസ് ആയി ചോദിച്ചത്
മൊറൈനുകള്. എന്താണ് മൊറൈനുകൾ എന്ന്? ഹിമാനീകൃത ശിലാപദാർത്ഥങ്ങൾ നിക്ഷേപിച്ചുണ്ടാകുന്ന ദീർഘനിരകളാണ് മൊറൈനുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് മൊറൈനുകൾ എന്ന് ചോദിച്ചാല് ഹിമാനീകൃത ശിലാപദാർത്ഥങ്ങൾ നിക്ഷേപിച്ചുണ്ടാകുന്ന ദീർഘനിരകളാണ് മൊറൈനുകൾ എന്നറിയപ്പെടുന്നത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക ചിത്രത്തിലോട്ട്. ഹിമാനീകൃത ശിലാപദാർത്ഥങ്ങൾ നിക്ഷേപിച്ചുണ്ടാകുന്ന ദീർഘനിരകളാണ് മൊറൈനുകൾ. കണ്ടോ, ഇങ്ങനെ ഹിമാനീകൃത ശിലാപദാർത്ഥങ്ങൾ നിക്ഷേപിച്ച് ഓരോ സ്ഥലത്ത് നിന്ന് കണ്ടോ ഇങ്ങനെ എന്താണ് ഒഴുകി താഴേക്ക് വന്ന് നിക്ഷേപിച്ച് രൂപപ്പെടുന്നവയാണ് എന്ത് മൊറൈനുകൾ എന്ന് പറയുന്നത്. ഓർക്കുക. അടുത്തതാണ് എസ്കറുകൾ. ഉഷ്ണകാലത്ത് വൻതോതിൽ ഹിമാനികൾ ഉരുകുകയും തൽഫലമായി ഹിമാനികൾക്ക് വശങ്ങളിൽ കൂടിയും താഴ്ഭാഗത്തു കൂടിയും നീർച്ചാലുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത്രയും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവ വഹിച്ചു കൊണ്ടുവരുന്ന ചെറുശില അവശിഷ്ടങ്ങൾ ഹിമാനി ഉരുകുന്നതോടുകൂടി വക്രനിരകളായി നിക്ഷേപിക്കപ്പെടുന്നു. ഇവയെ അറിയപ്പെടുന്ന പേരാണ് എസ്കറുകൾ എന്ന്. ഓർത്തോളനെ. അപ്പോൾ എന്താണ് എസ്കറുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉഷ്ണകാലത്ത് സാധാരണഗതിയേക്കാൾ കൂടുതലായിട്ട് ഹിമാനികൾ ഉരുകുകയും തൽഫലമായി ഹിമാനികളുടെ വശങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ ഹിമാനികളുടെ മുകളിൽ എന്ത് ചെയ്യും, ചെറിയ ഹോളുകൾ ഉണ്ടായിട്ട് അതിനുള്ളിലൂടെ എന്ത് ചെയ്യും, ജലം താഴേക്ക് ഒഴുകും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ചെറുശിലാകണങ്ങൾ എന്ത് ചെയ്യും, ഈ ചെറിയ ചാലുകൾ കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും, ഹിമാനി പൂർണ്ണമായിട്ടും ഉരുകി മാറുമ്പോൾ അവിടെ ഇങ്ങനെ വക്രനിരകളായിട്ട് ഇങ്ങനെ കല്ലുകൾ എന്ത് ചെയ്യും, ചെറു കല്ലുകൾ ഇങ്ങനെ നിക്ഷേപിച്ച് പോകുന്നത് നമുക്ക് കാണാം. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എസ്കറുകൾ എന്ന്. എന്താണ് എസ്കറുകൾ എന്ന്? അടുത്തതാണ് ഔട്ട് വാഷ് സമതലങ്ങൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഔട്ട് വാഷ് നിക്ഷേപങ്ങൾ എന്ന്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഔട്ട് വാഷ് സമതലങ്ങളെ പറ്റിയിട്ടാണ്. ഹിമാവൃത പർവ്വതങ്ങളുടെ അടിവാര സമതലത്തിലും ഹിമാനികളുടെ അതിർവരമ്പിന് പുറത്തുള്ള സമതലങ്ങളിലും ചരൽ, മണ്ണ്, നേർത്ത മഞ്ഞുള്ള തരി, കളിമണ്ണ് എന്നിവ കലർന്ന് ഹിമജല നിക്ഷേപങ്ങൾ പരസ്പരം ചേർന്ന് എക്കൽ വിശറിയുടെ രൂപത്തിൽ കാണപ്പെടുന്നു. ഇവയാണ് ഔട്ട് വാഷ് സമതലങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ നമ്മുടെ പർവ്വതമുണ്ട്. ഈ പർവ്വതത്തിന്റെ ഭാഗത്ത് എന്തുണ്ട്, ഒരു ഹിമാനി ഉണ്ടെന്ന് കരുതുക. ഈ ഹിമാനി ഇങ്ങനെ ഉരുകി ഒലിച്ച് അവസാനം എന്താ സംഭവിക്കുന്നത്, ചെറിയ ചാലുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഈ ചെറിയ ചാലുകളിലെല്ലാം രൂപപ്പെട്ടിട്ട് യവന്മാരെന്ത് ചെയ്യും, അവിടെയുള്ള ചരലിനെയും മണ്ണിനെയും അതുപോലെ തന്നെ കളിമണ്ണിനെയൊക്കെ വഹിച്ചു കൊണ്ടുവന്ന് നേരെ എവിടെ കൊണ്ടിട്ട് കൊടുക്കും, ഈ പർവ്വതത്തിന്റെ താഴ്വരയിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു എക്കൽ വിശറി, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എക്കൽ വിശറി എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അവിടെ ഇങ്ങനെ സമതല പ്രദേശത്ത് ഇങ്ങനെ എക്കലിന്റെ നിക്ഷേപം കാണും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ട് വാഷ് സമതലങ്ങൾ എന്ന്. അടുത്തതാണ് ട്രംലിനുകൾ. എന്താണ് ട്രാംലിനുകൾ? ഹിമാനീകൃത ശിലാപദാർത്ഥങ്ങളിലും ചരലും മണലുമായി ചേർന്ന് മിനുത്ത ദീർഘ വൃത്താകൃതിയിൽ ഉണ്ടാകുന്ന നിക്ഷേപങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്, ട്രംലിനുകൾ. അതായത് ഈ ഔട്ട് വാഷ് സമതലങ്ങളുടെ ഭാഗമായിട്ട് കാണപ്പെടുന്ന ഹിമാനീകൃത ശിലാപദാർത്ഥങ്ങളും ചരലും മണലുമായി ചേർന്ന് നല്ല മിനുസമുള്ള ദീർഘവൃത്താകൃതിയോട് കൂടിയ നിക്ഷേപ നിരകൾ കാണപ്പെടുന്നുണ്ട്. ഇവയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ട്രാംലിനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർക്കുക. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് തിരമാലകളും സമുദ്രജല പ്രവാഹങ്ങളും മൂലമുണ്ടാകുന്ന ഭൂരൂപങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിരമാലകളും സമുദ്രജല പ്രവാഹങ്ങളും മൂലമുണ്ടാകുന്ന ഭൂരൂപങ്ങൾ. ഈ ഭാഗത്ത് നിന്നാണ് കഴിഞ്ഞ നമ്മുടെ ഏറ്റവും അവസാനം നടന്ന LD എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. സമുദ്രത്തിന്റെ ഭാഗമായി കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായും രണ്ടു തരമാണ്. ഒന്ന് ഉയർന്ന പാറക്കെട്ടുകളുള്ള തീരങ്ങള്, മറ്റൊന്ന് താഴ്ന്നതും നേരിയ ചെരിവോട് കൂടിയതുമായ അവസാദ തീരവും. ശ്രദ്ധിച്ചോളണേ, സമുദ്രത്തിന്റെ ഭാഗമായി കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായും രണ്ടു ഭാഗത്താണുള്ളത്. ഒന്ന് ഉയർന്ന പാറക്കെട്ടുകളുള്ള തീരങ്ങളായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ താഴ്ന്നതും നേരിയ ചെരിവോട് കൂടിയതുമായ അവസാദ തീരമായിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് നേരത്തെ നമ്മൾ ഹിമാനികളുടെ കേസിൽ പറഞ്ഞ സാധനം തന്നെയാണ്, ഫിയോഡുകളും അല്ലെങ്കിൽ അഥവാ ഫിജോഡുകളെ കേസാണ്. വേറൊന്നുമില്ല. നമ്മുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലെ പർവ്വതങ്ങളുള്ളപ്പോ പർവ്വതങ്ങളോട് ചേർന്നായിരിക്കും ആര് കാണപ്പെടുന്നത്, സമുദ്രം കാണപ്പെടുന്നത്. ആ പർവ്വതങ്ങളിൽ രൂപപ്പെടുന്ന ഹിമാനികൾക്ക് എന്തായിരിക്കും പ്രത്യേകത, ആ ഹിമാനികള് സ്വാഭാവികമായിട്ടും താഴേക്ക് ഒഴുകി വരുമ്പോൾ അവിടെ എന്ത് രൂപപ്പെടും, ഒരു ഹിമാനീകൃത താഴ്വര രൂപപ്പെടും. ഇങ്ങനെ ഹിമാനീകൃത താഴ്വര രൂപപ്പെട്ടാൽ എന്താ പ്രത്യേകത, സമുദ്രജലം ഹിമാനീകൃത താഴ്വരകളിൽ എന്ത് ചെയ്യും, നിറഞ്ഞു കിടക്കും. ഇങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഫിജോഡുകൾ അഥവാ ഫിയോഡുകൾ എന്ന സെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. അത് എവിടെയും ഉണ്ടാവുന്നുണ്ട്. സമുദ്രത്തിന്റെ കാര്യം പറയുമ്പോൾ സമുദ്ര ഭൂരൂപങ്ങളിലും ഇത് നമ്മൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതാണ് നമ്മുടെ PSC ഇപ്പൊ ചോദിച്ചു നിർത്തിയത്
ക്ലിഫുകൾ എന്നുള്ള ഭൂരൂപം. എന്താണ്? ക്ലിഫുകൾ. ഉയർന്ന പാറക്കെട്ടുകളുള്ള തീരങ്ങളിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ ശക്തിയിൽ കുന്നിൻ ചെരുവുകൾ തൂക്കുപാറക്കെട്ടുകൾ അഥവാ ക്ലിഫുകളായി രൂപാന്തരപ്പെടുന്നു. ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇതാണ് തൂക്കുപാറക്കെട്ട് എന്ന് പറയുന്ന. കണ്ടോ, നേരെ തൂക്കനെ താഴോട്ട് വരുന്നേ. ഇങ്ങനെ തൂക്കുപാറക്കെട്ടുകൾ അല്ലെങ്കിൽ ക്ലിഫുകൾ രൂപപ്പെടുന്നു. എങ്ങനെയാ രൂപപ്പെടുന്നത്? നേരത്തെ ഇങ്ങനെ ഒരു തൂക്കുപാറക്കെട്ട് ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. ഇവിടെ എങ്ങനെയായിരുന്നു? വലിയൊരു പാറക്കെട്ടായിരുന്നു എന്ന് കരുതുക. ഈ പാറക്കെട്ടിലേക്ക് എന്ത് ചെയ്തു? നിരന്തരമായിട്ട് സമുദ്രത്തിലെ തിരമാലകൾ വന്ന് ഇങ്ങനെ തട്ടി 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 എന്താണ്? അപരദന പ്രക്രിയ ഉണ്ടായി. ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും? കടലിലേക്ക് വീഴും. അതിനുശേഷം അവിടെ എന്താണ്? ഒരു തൂക്ക് പാറക്കെട്ട് രൂപപ്പെടും. ഇങ്ങനെയുള്ള സമുദ്രത്തിനോട് ചേർന്നുള്ള തൂക്ക് പാറക്കെട്ടുകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്ലിഫുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസം PSC ചോദിച്ചത്. അപ്പൊ തന്നെ മനസ്സിലായല്ലോ, അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു മാർക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് കൂടുതലായിട്ട് എടുത്തു പറയുന്നത്. അടുത്തതാണ് തിരാകൃത തട്ടുകൾ. എന്താണ്? തിരാകൃത തട്ടുകൾ. ക്ലിഫുകൾ പിന്നിലേക്ക് നീക്കം ചെയ്യുന്നതിന്റെ ഫലമായി കൂടുതൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് ക്ലിഫുകൾക്ക് മുന്നിലായി രൂപപ്പെടുന്ന ഭൂരൂപമാണ് തിരാകൃത തിട്ട എന്ന് പറയുന്നത്. അപ്പോ തിരാകൃത തിട്ട എപ്പോഴും ആർക്ക് മുന്നിലാ സുഹൃത്തുക്കളെ കാണപ്പെടുന്നത്? ക്ലിഫുകൾക്ക് മുന്നിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. ക്ലിഫ് നിൽക്കുന്നത് കണ്ടോ? അങ്ങ് പിൻവലിഞ്ഞ് ഉള്ളിലോട്ട് നിൽക്കുവാണല്ലേ? സമുദ്രത്തിൽ നിന്ന് മാറിയാണ് ക്ലിഫ് നിൽക്കുന്നത്. കണ്ടോ സുഹൃത്തുക്കള്? എന്നാല് ആ ക്ലിഫുകളിൽ നിന്ന് വീഴുന്ന അവസാദങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നമ്മുടെ സമുദ്രം എന്ത് ചെയ്തു? തിരയുടെ രൂപത്തിൽ അവിടെ ഒരു എന്ത് നിർമ്മിച്ചു? ഒരു നിക്ഷേപം നിർമ്മിച്ചു, അല്ലെങ്കിൽ ഒരു തറ അവിടെ എന്ത് ചെയ്തു? നിർമ്മിച്ചു. പക്ഷെ അവനെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഒരു തിരയുടെ ആകൃതിയിലായിരിക്കും അവിടെ നിക്ഷേപം നടത്തി വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? തിരാകൃത തിട്ടകൾ എന്നാണ്. ഇവിടെ ഓർക്കേണ്ട പോയിന്റ് എന്താണ്? തിരാകൃത തിട്ടകൾ എപ്പോഴും ക്ലിഫുകളുടെ മുന്നിലായിട്ടായിരിക്കും രൂപപ്പെടുന്നത്. ഓർക്കുക. അടുത്തതാണ് മണൽ തിട്ടകൾ. എന്താണ്? മണൽ തിട്ടകൾ എന്ന്. തിരാകൃത തിട്ടകൾക്ക് ശക്തമായ അപരദന പ്രക്രിയയിലൂടെ മാറ്റം വന്ന് ജലത്തിനടിയിൽ രൂപപ്പെടുന്ന ഭൂരൂപമാണ് മണൽ തിട്ടകള്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന തിരാകൃത തിട്ട കണ്ടല്ലോ. ഇനി വീണ്ടും ഇവിടെ തിര വന്ന് കയറുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ തിരാകൃത തിട്ടയ്ക്ക് പിന്നെയും അപരദനം സംഭവിച്ചിട്ട് സമുദ്രം എന്ത് ചെയ്യും? നേരെ പിന്നെയും ഇങ്ങനെ ഉള്ളിലോട്ട് വലിഞ്ഞു കയറും. അപ്പോ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാല് ഈ തിരാകൃത തിട്ടയ്ക്ക് രൂപമാറ്റം സംഭവിക്കുകയും അതെന്ത് ചെയ്യും? സമുദ്രത്തിന് അടിയിലേക്ക് എന്ത് ചെയ്യും? മാറ്റപ്പെടുകയും ചെയ്യും. ഇങ്ങനെ രൂപപ്പെടുന്ന സമുദ്രത്തിനടിയിലുള്ള മണൽ തിട്ടകൾ അറിയപ്പെടുന്ന പേരാണെന്ത്? മണൽ തിട്ടകൾ എന്ന്. അതുകൂടെ സുഹൃത്തുക്കൾ എന്ന് ഓർത്തു വെക്കുക. അടുത്തതാണ് ലഗൂണുകൾ. ഇത് ഓൾറെഡി PSC ചോദിച്ചതാണ്, പ്രീവിയസ് ആണ്. ലഗൂണുകൾ ഉൾക്കടലിനെയും സമുദ്രത്തെയും പരസ്പരം വേർതിരിക്കുന്ന മണൽ തിട്ടകൾ അറിയപ്പെടുന്ന പേരാണ് ലഗൂണുകൾ. ചിത്രത്തിൽ കണ്ടോ സുഹൃത്തുക്കളെ? ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുന്ന ഇവനെ വിളിക്കുന്ന പേരാണ് ലഗൂൺ എന്ന്. ഇതാണ് നമ്മുടെ ഉൾക്കടൽ എന്ന് പറയുന്നത്. ആ ഉൾക്കടലിനെ നമ്മുടെ സമുദ്രത്തിൽ നിന്ന് വേർതിരിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ മണൽ തിട്ട വെച്ചിട്ട്. അപ്പോ ഉൾക്കടലിനെ സമുദ്രത്തിൽ നിന്നും വേർതിരിക്കുന്ന മണൽ തിട്ടകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ലഗൂണുകൾ എന്ന്. എന്തെന്നാണ്? ലഗൂണുകൾ എന്ന് ഓർക്കുക. അടുത്തതാണ് താഴ്ന്ന അവസാദ തീരങ്ങൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു താഴ്ന്ന അവസാദ തീരങ്ങള്. സമുദ്രത്തിനോട് ചേർന്ന് നദികൾ രൂപീകരിക്കുന്ന ഡെൽറ്റകളും ചതുപ്പ് നിലങ്ങളും വെള്ളക്കെട്ടുകളും വേലിയേറ്റ സമയത്ത് അപ്രത്യക്ഷമാകുന്ന ചെറു ലഗൂണുകളും ചേർന്നതാണ് താഴ്ന്ന അവസാദ തീരങ്ങൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളണേ. താഴ്ന്ന അവസാദ തീരങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേർന്നതാ? സമുദ്രത്തിനോട് ചേർന്ന് നദികൾ രൂപീകരിക്കുന്ന ഡെൽറ്റകള്, ചതുപ്പ് നിലങ്ങള്, വെള്ളക്കെട്ടുകള്, വേലിയേറ്റ സമയത്ത് അപ്രത്യക്ഷമാകുന്ന ചെറു ലഗൂണുകൾ എന്നിവ ചേർന്നുള്ള താഴ്വരയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നമ്മുടെ താഴ്ന്ന അവസാദ തീരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർക്കുക. അടുത്തതാണ് കടൽ ഗുഹകൾ. ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കടൽ ഗുഹകൾ കടൽ തീര ക്ലിഫുകളുടെ ചുവട് ഭാഗം ആഞ്ഞടിക്കുന്ന തിരമാലകളും ശിലാപദാർത്ഥങ്ങളും അവിടെ ചെറുപൊത്തുകൾ സൃഷ്ടിക്കുന്നു. ഇവ കാലക്രമേണ വികസിച്ച് രൂപപ്പെടുന്നവയാണ് ആരെന്ന് പറയുന്നത്? കടൽ ഗുഹകളാണ് അറിയപ്പെടുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ? ഇതാണ് കടൽ ഗുഹ എന്ന് പറയുന്നത്. ഇതൊരു ചെങ്കുത്തായ പാറയാണ്, ചെങ്കുത്തായ ഒരു
പാറയെ നമ്മൾ എന്തെന്ന് വിളിക്കും? അപ്പോഴേ ക്ലിഫ് എന്ന് വിളിക്കും. അങ്ങനെയെങ്കിൽ ആ ക്ലിഫിന്റെ ചുവട് ഭാഗത്ത് വീണ്ടും സമുദ്രം ഇങ്ങനെ കയറി ഇറങ്ങുന്നതിന് അല്ലെങ്കിൽ തിരകൾ ഇങ്ങനെ ശക്തമായി അടിക്കുന്നതിന്റെ ഫലമായിട്ട് അവിടുത്തെ ശിലാപദാർത്ഥങ്ങൾക്ക് എന്ത് പറ്റും? വിള്ളൽ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു പൊത്ത് രൂപപ്പെടും. പിന്നെ കാലക്രമേണ ഈ പൊത്ത് വലുതായിട്ട് അവിടെ എന്താവും? ഗുഹകൾ ഉണ്ടാകുകയും ചെയ്യും. ഇങ്ങനെ സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ക്ലിഫുകളിൽ കാണപ്പെടുന്ന ഗുഹകൾ അറിയപ്പെടുന്ന പേരെന്താ? കടൽ ഗുഹകൾ എന്ന്. അപ്പോ കടൽ ഗുഹകൾ എപ്പോഴും എവിടെയായിരിക്കും കാണപ്പെടുന്നത്? സമുദ്രത്തിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ക്ലിഫുകളുടെ അടിഭാഗത്തായിരിക്കും ആര്? കടൽ ഗുഹകള് കാണപ്പെടുന്നത്. അടുത്തതാണ് കടൽ സ്തംഭങ്ങൾ എന്നുള്ളത്. നമ്മൾ ഒത്തിരി സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കടൽ സ്തംഭങ്ങൾ എന്നുള്ളത്. ക്ലിഫുകളുടെ കടൽ തീര കുന്നുകളുടെയോ ശേഷിപ്പുകളായി കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് കടൽ സ്തംഭങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ചിത്രത്തിലെ ശ്രദ്ധിക്കുക. നേരത്തെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന കടൽ തീര കുന്നെന്ന് പറയുന്നത് ഞാൻ ഈ വരച്ചിരിക്കുന്നത് പോലെ ഇത്രയും ഉണ്ടായിരുന്നെന്ന് കരുതുക. ഇവിടെ എല്ലാം കടൽ തീര കുന്ന് ഫില്ലായിട്ട് ഇരിക്കുമായിരുന്നെന്ന് കരുതുക. എന്നാൽ സമുദ്രത്തിന്റെ ശക്തമായ അപരദന പ്രക്രിയയോട് കൂടിയിട്ട് ഈ വരുന്ന ഒരു ഭാഗവും ഇപ്പുറത്ത് വരുന്ന ഒരു ഭാഗവും എന്ത് ചെയ്തു? കടലെടുത്ത് അങ്ങ് കൊണ്ടുപോയി. പിന്നെ അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഈ ഒരു ചെറിയ ഒരു കുന്നിന്റെ ഭാഗം മാത്രമേ അവിടെ അവശേഷിക്കുള്ളൂ. ഇങ്ങനെയുള്ളതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കടൽ സ്തംഭങ്ങൾ എന്നറിയപ്പെടുന്നത്. പല സിനിമകളിലും ഇങ്ങനെ കടൽ സ്തംഭങ്ങൾ നിൽക്കുന്നത് നമ്മൾ കണ്ടിരിക്കും. പ്രത്യേകിച്ച് പഴയ സിനിമകളിലൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഈ കടൽ സ്തംഭങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിഫുകളുടെ കടൽ തീര കുന്നുകളുടെയോ ശേഷിപ്പുകളായി കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് കടൽ സ്തംഭങ്ങൾ. യവന്മാരിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കും. അവന്മാരെ സൈഡിലുള്ള കുന്നുകളൊക്കെ എന്ത് ചെയ്തിരിക്കും? അപരദന പ്രക്രിയ മൂലം സമുദ്രത്തിലേക്ക് ആഴ്ന്നു പോയി കഴിഞ്ഞിരിക്കും. ഇവന്മാര് മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും കേട്ടോ. ഇതിനെയാണ് കടൽ തീര സ്തംഭങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കടൽ തീര സ്തംഭങ്ങളും ആരുടെ ഭാഗമായിരിക്കും? ക്ലിഫുകളുടെയോ കടൽ തീര കുന്നുകളുടെയോ ഭാഗമായിരിക്കും. ഓർക്കുക. അടുത്തതാണ് കടപ്പുറം. സമുദ്രതീരത്തേക്ക് കരയിൽ നിന്നും കൂടുതൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് എക്കലും മണലും ചരലും ഇടകലർന്ന് മൂടപ്പെട്ട വിശാലമായ കടൽ പ്രദേശമാണ് കടൽപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മളെല്ലാം പോയി നിൽക്കുന്ന ഭാഗം കേട്ടോ. അപ്പോ സമുദ്രതീരത്തേക്ക് കരയിൽ നിന്നും കൂടുതൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട എക്കലും മണലും ചരലും ഇടകലർന്ന് മൂടപ്പെട്ട വിശാലമായ പ്രദേശമാണ് കടപ്പുറം എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് ചരൽ കടൽപ്പുറങ്ങൾ. ചില കടപ്പുറങ്ങളിൽ മണലിനേക്കാൾ കൂടുതൽ ചരലും ചെറു ഉരുളൻ പാറക്കഷ്ണങ്ങളും നിറഞ്ഞതായി കാണപ്പെടുന്നു. ഇവയാണ് ചരൽ കടൽപ്പുറങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ ചരൽ കടൽപ്പുറങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കടപ്പുറങ്ങളിൽ മണലിനേക്കാൾ കൂടുതൽ ചരലും ചെറു ഉരുള പാറക്കഷ്ണങ്ങളും നിറഞ്ഞു കാണപ്പെടുന്നു. ഇവയാണ് ചരൽ കടൽപ്പുറങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർക്കുക. അടുത്തതാണ് മണൽ മതിലുകൾ. എന്താണ് മണൽ മതിലുകൾ? കൂടുതലായി മണൽ നിക്ഷേപിക്കുന്നതിലൂടെ സമുദ്രജലനിരപ്പിന് മുകളിലേക്ക് മണൽ തിട്ടകൾ രൂപപ്പെടുന്നു. ഇവയെ മണൽ മതിലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ മണൽ മതിലുകൾ എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? കൂടുതലായി മണൽ നിക്ഷേപിക്കുന്നതിലൂടെ സമുദ്രജലനിരപ്പിന് മുകളിലേക്ക് എന്ത് ചെയ്യും? മണൽ തിട്ടകൾ രൂപപ്പെടുന്നു. ഇവയെ നമ്മൾ മണൽ മതിലുകൾ എന്ന പേരിൽ വിളിക്കുന്നു. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങൾ. പ്രകൃതി പരിസ്ഥിതി സംരക്ഷണത്തിനായി ഒരു സംസ്ഥാനത്തിന്റെയോ കേന്ദ്രഭരണ പ്രദേശത്തിന്റെയോ ഗവൺമെന്റ് നീക്കിവെച്ചിരിക്കുന്ന ഏതൊരു പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെയും ദേശീയ ഉദ്യാനം എന്ന് വിളിക്കുന്നു. പ്രകൃതി പരിസ്ഥിതി സംരക്ഷണത്തിനായി ഒരു സംസ്ഥാനത്തിന്റെയോ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെയോ ഗവൺമെന്റ് നീക്കിവെച്ചിരിക്കുന്ന ഏതൊരു പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെയും നമുക്ക് ദേശീയ ഉദ്യാനം എന്ന് വിളിക്കാം. ഓർക്കുക. ഇന്ത്യയിലെ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 106. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്രയാ? 106 ആണ്. ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം 1936 ഇത് രൂപീകരിച്ചത്. ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച ദേശീയ ഉദ്യാനം ചോദിച്ചാൽ അത് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനമാണ്. വർഷം 1936. ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട ദേശീയോദ്യാനം റൈമോണ നാഷണൽ പാർക്ക് ആസാമിലാണ് ഇത് രൂപീകരിച്ചത്. വർഷം 2021 ജൂൺ മാസം 5-ാം തീയതി. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട ദേശീയോദ്യാനം ഏതാ? റൈമോണ നാഷണൽ പാർക്ക് അസം. വർഷം 2021 ജൂൺ മാസം 5-ാം തീയതി. ഇന്ത്യയിലെ 105ാമത് ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ദഹിം പട്കായ് ദേശീയോദ്യാനം അസമാണ്. ഇന്ത്യയിലെ 105ാമത്തെ ദേശീയോദ്യാനം എന്നറിയപ്പെട്ടത് ആരാ? ദഹിം പട്കായ് ദേശീയോദ്യാനം അസാമാണ്. അതുകൂടെ ഒന്ന് ഓർക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാ? മധ്യപ്രദേശാണ്. 11 ദേശീയോദ്യാനങ്ങൾ എവിടെയുണ്ട്? മധ്യപ്രദേശിലുണ്ട്. പ്രീവിയസ് ആണ്, പഠിച്ചോളണേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. എത്ര
ദേശീയോദ്യാനങ്ങളുണ്ട് മധ്യപ്രദേശില്? 11 ദേശീയോദ്യാനങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഏകദേശം 9 ദേശീയോദ്യാനങ്ങൾ എവിടെയുണ്ട്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഭാഗമായുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്ര ദേശീയോദ്യാനമുണ്ട് സുഹൃത്തുക്കളെ? 9 ദേശീയോദ്യാനങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഹെമിസ് നാഷണൽ പാർക്കാണ്. അത് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായി കാണപ്പെടുന്നു. ഏകദേശം 3350 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇവന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ ഹെമിസ് ദേശീയോദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായിട്ടാണ്. അവന് അതായത് ഈ ഹെമിസ് നാഷണൽ പാർക്കിന് 3350 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. അതുകൂടെ പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് സൗത്ത് ബട്ടൺ ദേശീയോദ്യാനം. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. 5 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇവന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചത് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് സൗത്ത് ബട്ടൺ ദേശീയോദ്യാനം. സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഇവന്റെ വിസ്തൃതി എത്രയാണ്? 5 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓർക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ്. അതിൽ തന്നെ PSC ചോദിക്കുന്ന ദേശീയോദ്യാനങ്ങൾ എടുത്ത് നമ്മൾ പറയും. അത് വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ പഠിച്ചുകൊണ്ട് പോകണം. മിനിമം 5 തവണയെങ്കിലും ആവർത്തിച്ചിട്ടുള്ള ദേശീയോദ്യാനങ്ങളാണെങ്കിൽ എടുത്ത് നമ്മൾ പറഞ്ഞ് ടിക്ക് മാർക്ക് ചെയ്ത് പഠിക്കേണ്ടി വരും. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് മധ്യപ്രദേശിലെ ദേശീയോദ്യാനങ്ങളാണ്. അവ ഏതൊക്കെയാണ്? ഒന്ന്, 1955 രൂപീകരിച്ച കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ്. 1955 രൂപീകരിച്ച കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ്. 1975 രൂപീകരിച്ച പെഞ്ച് നാഷണൽ പാർക്ക് മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. 1975 രൂപീകരിച്ച പെഞ്ച് നാഷണൽ പാർക്ക് മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. 1981 രൂപീകരിച്ച പന്ന നാഷണൽ പാർക്ക് മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. 1981 രൂപീകരിച്ച പന്ന നാഷണൽ പാർക്ക് മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. 1983 ആരംഭിച്ച ഫോസിൽ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. 1983 രൂപീകരിച്ച ഫോസിൽ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രധാനപ്പെട്ട നാഷണൽ പാർക്കും PSC പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചതാണ്. അതുകൊണ്ട് ഇത് പഠിക്കാതെ പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള നാഷണൽ പാർക്കുകളാണ്. 1974 രൂപീകരിച്ച ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടക സംസ്ഥാനം. 1974 തന്നെ രൂപീകരിച്ച ബന്നാർഘട്ട നാഷണൽ പാർക്ക് കർണാടക സംസ്ഥാനത്തിലാണ്. 1987 രൂപീകരിച്ച അൻഷി നാഷണൽ പാർക്ക് കർണാടക സംസ്ഥാനത്തിലാണ്. 1987 തന്നെ രൂപീകരിച്ച കുദ്രേമുഖ് ദേശീയോദ്യാനം കർണാടക സംസ്ഥാനത്തിലാണ്. 1988 രൂപീകരിച്ച നാഗർഗോള ദേശീയോദ്യാനം, അവന്റെ മറ്റൊരു പേരെന്താ? രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്ന്. ഇത് രണ്ടും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നാഗർഗോള ദേശീയോദ്യാനത്തിന്റെ മറ്റൊരു പേരെന്താ? രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്. ഇതും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടക സംസ്ഥാനത്തിലാണ്. ഈ പറഞ്ഞിരിക്കുന്ന മൊത്തം PSC പ്രീവിയസ് ആയി ചോദിച്ചത് തന്നെയാണ്. അതുകൊണ്ട് കർണാടകത്തിലെ ദേശീയോദ്യാനങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. 1974 ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടകത്തിലാണ്. 1974 തന്നെ രൂപീകരിച്ച ബന്നാർഘട്ട നാഷണൽ പാർക്ക് കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. 1987 രൂപീകരിച്ച അൻഷി നാഷണൽ പാർക്ക് കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. 1987 രൂപീകരിച്ച കുദ്രേമുഖ് ദേശീയോദ്യാനം കർണാടക സംസ്ഥാനത്തിലാണ്. 1988 രൂപീകരിച്ച നാഗർഹോള ദേശീയോദ്യാനം അഥവാ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്തിലാണ്. ഇതെല്ലാം പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു കോഡിലൂടെ നമുക്ക് നിങ്ങൾ പഠിച്ചു കളയാം. ബണ്ണ് തിന്നുന്ന അൻഷിനാഗത്തെ കർണൻ ബന്ദിയാക്കി എന്നങ്ങ് പഠിച്ചു വെച്ചോളണം കേട്ടോ. ഉറപ്പായിട്ടും ഒരു മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക. ഈ ഭാഗത്തുനിന്ന് ബണ്ണ് തിന്നുന്ന അൻഷിനാഗത്തെ കർണൻ ബന്ദിയാക്കി എന്നങ്ങ് പഠിക്കുക. ബണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബണ്ണാർഘട്ട ദേശീയോദ്യാനം, അതുപോലെ അൻഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻഷി ദേശീയോദ്യാനം.
നാഗത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർഹോള ദേശീയോദ്യാനം, കർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക സംസ്ഥാനത്തിനെ സൂചിപ്പിക്കുന്നു, ബന്ദിയാക്കി എന്ന് പറഞ്ഞാൽ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. അപ്പൊ ഈ കോഡങ്ങ് സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. കോഡ് ഒന്നുകൂടി പറയാം. ബണ്ണ് തിന്നുന്ന അൻഷിനാഗത്തെ കർണൻ ബന്ദിയാക്കി എന്നങ്ങ് പഠിക്കുക. ബണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെണ്ണാർകട്ട നാഷണൽ പാർക്ക്, അൻഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻഷിക് നാഷണൽ പാർക്ക് തന്നെയാണ്. നാഗത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർഹോള ദേശീയോദ്യാനം, അതുപോലെ കർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു, ബന്ദിയാക്കി എന്ന് പറഞ്ഞാൽ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് പഠിക്കുക. ഇനി മഹാരാഷ്ട്രയിലെ പ്രധാന ദേശീയോദ്യാനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1955 രൂപീകരിച്ച തഡോബ നാഷണൽ പാർക്ക് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ്. 1955 രൂപീകരിച്ച തഡോബ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ്. 1983 രൂപീകരിച്ച സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഭാഗമായാണ്. 1983 രൂപീകരിച്ച സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഭാഗമായി കാണപ്പെടുന്നു. 2004 രൂപീകരിച്ച ചന്ദോളി നാഷണൽ പാർക്ക് മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഭാഗമായി കാണപ്പെടുന്നു. 2004 രൂപീകരിച്ച ചന്ദോളി നാഷണൽ പാർക്ക് മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഭാഗമായി കാണും. ഇതിനകത്ത് തഡോബ നാഷണൽ പാർക്കും സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കും 6ൽ കൂടുതൽ തവണ PSC ആവർത്തിച്ചിട്ടുണ്ട്, പല PSC എക്സാമുകളിലായിട്ട്. അതിനോടൊപ്പം തന്നെ 2 തവണ എന്തും ആവർത്തിച്ചിട്ടുണ്ട്, ചന്ദോളി നാഷണൽ പാർക്കും ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇത് മൂന്നും വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ദേശീയോദ്യാനങ്ങളാണ്. 1936 കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടു. 1936 കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടു. 1982 നന്ദാദേവി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടു. 1982 നന്ദാദേവി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടു. 1982 തന്നെ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടു. 1982 വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടു. 1983 രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടു. 1983 രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടു. 1989 ഗംഗോത്രി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടു. 1989 ഗംഗോത്രി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടു. ഇതിനകത്ത് നിന്ന് PSC പ്രീവിയസ് ആയി ചോദിച്ചത് കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. രാജാജി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഈ പറഞ്ഞിരിക്കുന്ന 3 PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് ഇത് മുഴുവൻ പഠിക്കാൻ പറ്റാത്ത സുഹൃത്തുക്കള് ഈ പറഞ്ഞ 3 നാഷണൽ പാർക്കെങ്കിലും വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായുള്ള നാഷണൽ പാർക്കുകളാണ്. 1976 ഗിണ്ടി നാഷണൽ പാർക്ക് തമിഴ്നാട് സംസ്ഥാനത്തിൽ രൂപീകരിച്ചു. 1976 ഗിണ്ടി നാഷണൽ പാർക്ക് തമിഴ്നാട് സംസ്ഥാനത്തിൽ രൂപീകരിച്ചു. 1989 ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് അഥവാ അണ്ണാമലൈ ദേശീയോദ്യാനം തമിഴ്നാട് രൂപീകരിക്കപ്പെട്ടു. 1989 ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം എന്നറിയപ്പെടുന്ന അണ്ണാമലൈ ദേശീയോദ്യാനം തമിഴ്നാട് രൂപീകരിക്കപ്പെട്ടു. 1990 മുതുമല നാഷണൽ പാർക്ക് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടു. 1990 മുതുമല നാഷണൽ പാർക്ക് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടു. 1990 തന്നെ മുക്കുറുത്തി നാഷണൽ പാർക്ക് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടു. 1990 തന്നെ മുക്കുരുത്തി നാഷണൽ പാർക്ക് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടു. ഇവിടെ നിന്ന് PSC പ്രീവിയസ് ആയി ചോദിച്ചത് ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം അല്ലെങ്കിൽ അണ്ണാമലൈ ദേശീയോദ്യാനം, മുതുമല നാഷണൽ പാർക്ക്, മുക്കുരുത്തി നാഷണൽ പാർക്കും ഈ ഇടയ്ക്ക് ഗിണ്ടി നാഷണൽ പാർക്ക് ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കള് ഇത് 4ഉം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി വരുന്ന ദേശീയോദ്യാനങ്ങളാണ്. ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. 1984 രൂപീകരിച്ച ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. 1984 രൂപീകരിച്ച ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്
ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി കാണപ്പെടുന്നു. 1987 രൂപീകരിച്ച പിൻ വാലി നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. 1987 രൂപീകരിച്ച പിൻ വാലി നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി കാണപ്പെടുന്നു. 2010 രൂപീകരിച്ച ഇൻഡക്കീർ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്നു. 2010 രൂപീകരിച്ച ഇൻഡക്കീർ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി കാണപ്പെടുന്നു. 2010 തന്നെ രൂപീകരിച്ച ഗീർ ഗംഗ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നു. 2010 രൂപീകരിച്ച ഗീർ ഗംഗ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നു. 2010 രൂപീകരിച്ച സിംബൽബറ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നു. 2010 രൂപീകരിച്ച സിംബൽബറ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നു. ഇവിടെ നിന്ന് PSC ചോദിച്ചിട്ടുള്ളത് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പിൻ വാലി നാഷണൽ പാർക്ക് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ബാക്കിയുള്ള 3 നാഷണൽ പാർക്കുകൾ 2010 രൂപീകരിച്ചത് കൊണ്ട് തന്നെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലായതിനാൽ നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി അതിൽ 3 എണ്ണം പഠിച്ചില്ലെങ്കിലും ഈ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കും പിൻവാലി നാഷണൽ പാർക്കും ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിലാണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ഭാഗമായുള്ള നാഷണൽ പാർക്കുകളാണ്. 1976 ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക് ഗുജറാത്തിൽ സ്ഥാപിതമായി. 1976 ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക് ഗുജറാത്തിൽ സ്ഥാപിതമായി. 1982 മറൈൻ നാഷണൽ പാർക്ക് ഗുജറാത്തിൽ സ്ഥാപിതമായി. 1982 മറൈൻ നാഷണൽ പാർക്ക് ഗുജറാത്തിൽ സ്ഥാപിതമായി. ഇവിടെ നിന്ന് PSC ചോദിച്ചിട്ടുള്ളത് മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. ഉത്തരമേതാ? ഗുജറാത്ത് ആണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാളിന്റെ ഭാഗമായുള്ള നാഷണൽ പാർക്കുകളാണ്. 1984 സുന്ദർബൻസ് നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാളിൽ സ്ഥാപിതമായി. 1984 സുന്ദർബൻസ് നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാളിൽ സ്ഥാപിതമായി. 1986 നിയോറ വാലി നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാളിൽ സ്ഥാപിതമായി. 1986 നിയോറ വാലി നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാളിൽ സ്ഥാപിതമായി. 1986 തന്നെ സിംഗലീല നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാളിൽ സ്ഥാപിതമായി. 1986 സിംഗലീല നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാളിൽ സ്ഥാപിതമാകുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ PSC ആവർത്തിച്ചത് സുന്ദർബൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളിന്റെ ഭാഗമായിട്ടാണ്. 2 തവണ സിംഗലീല നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. അത് പശ്ചിമ ബംഗാളാണ്. നിയോറ വാലി നാഷണൽ പാർക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് കരുതി ചോദിക്കില്ല എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നാലും വ്യക്തമായിട്ട് ഇവിടെ പഠിക്കാനുള്ളത് സുന്ദർബൻസ് നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാളിലാണ്. സിംഗലീല നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് അസമിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ്. 1974 കാസിരംഗ നാഷണൽ പാർക്ക് അസമിൽ സ്ഥാപിതമായി. 1974 കാസിരംഗ നാഷണൽ പാർക്ക് അസമിൽ സ്ഥാപിതമായി. 1990 മനാസ് നാഷണൽ പാർക്ക് ആസാമിൽ സ്ഥാപിതമായി. 1990 മനാസ് നാഷണൽ പാർക്ക് അസമിൽ സ്ഥാപിതമാകുന്നു. 1998 നമേരി നാഷണൽ പാർക്ക് അസമിൽ സ്ഥാപിതമാകുന്നു. 1998 നമേരി നാഷണൽ പാർക്ക് അസമിൽ സ്ഥാപിതമാകുന്നു. 1999 ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് അസമിൽ സ്ഥാപിതമാകുന്നു. 1999 ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് അസമിൽ സ്ഥാപിതമാകുന്നു. 1999 തന്നെ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ഫോർ മാനിന് വേണ്ടിയിട്ടുള്ളത് അസമിൽ സ്ഥാപിതമാകുന്നു. 1999 രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ഫോർ മാനുകൾക്ക് വേണ്ടിയിട്ടുള്ളത് ആസാമിൽ സ്ഥാപിതമാകുന്നു. ഓർക്കുക. ഇതിനകത്ത് കാസിരംഗ നാഷണൽ പാർക്ക് ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച നാഷണൽ പാർക്ക് ഉണ്ടെങ്കിൽ അത് കാസിരംഗ നാഷണൽ പാർക്കാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അസമിലാണ്. മനസ് നാഷണൽ പാർക്ക് ഇപ്പൊ അങ്ങോട്ട് PSC ചോദിച്ചതേ ഉള്ളൂ. അത് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. ആസാം സംസ്ഥാനത്തിലാണ്. നമേരി നാഷണൽ പാർക്ക് 3 തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൂടെ വ്യക്തമായിട്ട് അങ്ങ് ഓർത്ത് വെച്ചേക്കുക. എവിടെയാണ്? അസാമിലാണ്. ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് കഴിഞ്ഞ നമ്മുടെ LD എക്സാമിന് ഏതോ ഒരു എക്സാമിന് കണ്ടിരുന്നു. ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അസമിലാണ്. അതുകൊണ്ട് തന്നെ ഈ 4 പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ഫോർ മാനുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും ആസാമുമായി ബന്ധപ്പെട്ടിട്ട് ഈ 4 പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ ഓർത്തു വെക്കുക. മണിപ്പൂരിൽ നിന്നുള്ള ദേശീയോദ്യാനം ഒരൊറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് തന്നെ സ്ഥിരം PSC മണിപ്പൂരിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ്.
കെയ്ബുൾ ലംചാവോ നാഷണൽ പാർക്ക് 1977 മണിപ്പൂരിൽ സ്ഥാപിതമായത്. അപ്പോ 1977 കെയ്ബുൾ ലംചാവോ നാഷണൽ പാർക്ക് എവിടെ സ്ഥാപിതമാകുന്നു? മണിപ്പൂരിൽ സ്ഥാപിതമാകുന്നു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഈ കഴിഞ്ഞൊരു LD എക്സാമിന് ചോദിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കണം. കെയ്ബുൾ ലംചാവോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂരിലാണ്. അടുത്തത് ത്രിപുരയാണ്. 2007 ക്ലൗഡ് പുല്ലിപ്പുലികൾക്ക് പ്രശസ്തമായ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയാണ്. എന്താണ്? 2007 രൂപീകരിച്ച ക്ലൗഡ് പുല്ലിപ്പുലികളുടെ ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്നത് ത്രിപുരയാണ്. 2007 രൂപീകരിച്ച ബൈസൺ നാഷണൽ പാർക്ക് ത്രിപുരയിലാണ്. 2007 രൂപീകരിച്ച ബൈസൺ നാഷണൽ പാർക്ക് ത്രിപുരയാണ്. ഇതിൽ ബൈസൺ നാഷണൽ പാർക്ക് മാത്രം 2 തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. 2007 രൂപീകരിച്ച ബൈസൺ നാഷണൽ പാർക്ക് എവിടെയാണ്? ത്രിപുരയിലാണ്. 1983 രൂപീകരിച്ച നന്ദഫ നാഷണൽ പാർക്ക് അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. 1983 രൂപീകരിച്ച നന്ദഫ നാഷണൽ പാർക്ക് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർത്തു വെക്കുക. 1986 രൂപീകരിച്ച മൗലിംഗ് നാഷണൽ പാർക്ക് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. 1986 രൂപീകരിച്ച മൗലിംഗ് നാഷണൽ പാർക്ക് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതും 2 തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതായി കണ്ടിരുന്നു, അതുകൊണ്ട് ഇതും വ്യക്തമായി പഠിക്കുക. 1985 ബാൽപാക്രം നാഷണൽ പാർക്ക് മേഘാലയയിൽ സ്ഥാപിതമായി. 1985 ബാൽപാക്രം നാഷണൽ പാർക്ക് മേഘാലയയിൽ സ്ഥാപിതമായി. 1986 നോക്രാക്ക് റിഡ്ജ് നാഷണൽ പാർക്ക് മേഘാലയയില് സ്ഥാപിതമായി. 1986 നോക്രക് റിഡ്ജ് നാഷണൽ പാർക്ക് മേഘാലയയിൽ സ്ഥാപിതമായി. ഇതിനകത്ത് നോക്രക്ക് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലാണ്, ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഭാഗമായിട്ടുള്ള ദേശീയ ഉദ്യാനങ്ങളാണ്. 1983 മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപില് സ്ഥാപിതമായി. 1983 മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥാപിതമായി. 1987 നോർത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥാപിതമായി. 1987 നോർത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥാപിതമായി. 1987 തന്നെ സാഡിൽ പീക്ക് നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥാപിതമായി. 1987 തന്നെ സാഡിൽ പീക്ക് നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥാപിതമായി. 1987 സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥാപിതമായി. 1987 സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥാപിതമാകുന്നു. 1992 ക്യാമ്പൽ ബേ നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥാപിതമാകുന്നു. 1992 ക്യാമ്പൽ ബേ നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥാപിതമാകുന്നു. 1992 ഗാലത്തിയ ബേ നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥാപിതമാകുന്നു. 1992 ഗാലത്തിയ ബേ നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥാപിതമാകുന്നു. ഇവിടെ ഈ ഗാലത്തിയ ബേ നാഷണൽ പാർക്ക് ഒഴിച്ച് നേരത്തെ മുകളിൽ പറഞ്ഞ എല്ലാ നാഷണൽ പാർക്കും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതിൽ തന്നെ മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക്, അതുപോലെ സാഡിൽ പീക്ക് നാഷണൽ പാർക്ക്, സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക്, ഇത് മൂന്നും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതിൽ മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് മാത്രം 10ൽ കൂടുതൽ തവണ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1981 രൂപീകരിച്ച ദച്ചിഹാം നാഷണൽ പാർക്ക് ജമ്മു കാശ്മീർ. 1981 രൂപീകരിച്ച ദച്ചിഹാം നാഷണൽ പാർക്ക് ജമ്മു കാശ്മീർ. 1981 രൂപീകരിച്ച ഹെമീസ് നാഷണൽ പാർക്ക് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിലാണ്. 1981 രൂപീകരിച്ച ഹെമീസ് നാഷണൽ പാർക്ക് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിലാണ്. 1981 തന്നെ രൂപീകരിച്ച കിഷ്വാദർ നാഷണൽ പാർക്ക് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിലാണ്. 1981 രൂപീകരിച്ച കിഷ്വാദർ നാഷണൽ പാർക്ക് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിലാണ്. 1992 രൂപീകരിച്ച സിറ്റി ഫോറസ്റ്റ് അഥവാ സലീം അലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിലാണ്. 1992 രൂപീകരിച്ച സലീം അലി നാഷണൽ പാർക്ക് അല്ലെങ്കിൽ സിറ്റി ഫോറസ്റ്റ് നാഷണൽ പാർക്ക് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിലാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നാഷണൽ പാർക്കുകളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ വ്യക്തമായി പഠിച്ചു വെക്കുക. 17ാം ഗ്രൂപ്പ് മൂലകത്തിന് ഒരു ഉദാഹരണം
ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലൂറിൻ ആണ്. 17ാം ഗ്രൂപ്പ് മൂലകത്തിന് ഒരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലൂറിൻ. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നതാണ് ഹാലജൻസ്. ഹാലജൻസ് അറിയപ്പെടുന്ന പേരാണ് 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന്. ഹാലജൻസിന് ക്രിയാശീലത കൂടുതലുള്ള മൂലകങ്ങളാണ്. ഹാലജൻസ് പൊതുവെ ക്രിയാശീലത കൂടിയ മൂലകങ്ങളാണ്. ഫ്ലൂറിൽ നിന്നും അസ്റ്റാറ്റിൻ എത്തുന്നതോടുകൂടി ക്രിയാശീലത കുറഞ്ഞു വരുന്നു. എവിടെ? ഈ പറഞ്ഞിരിക്കുന്ന ഹാലജൻസില്. അപ്പോ ഹാലജൻസ് അല്ലെങ്കിൽ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ആദ്യം വരുന്ന ഫ്ലൂറിൽ നിന്നും താഴേക്ക് വരും തോറും, അതായത് അസ്റ്റാറ്റിനിലേക്ക് എത്തുന്നതോടുകൂടി അവന്റെ ക്രിയാശീലകത എന്ത് ചെയ്യുന്നു? കുറയുന്നു. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ സാധാരണ രൂക്ഷഗന്ധമുള്ളവയും വിഷാംശമുള്ളവയുമാണ്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ സാധാരണ രൂക്ഷഗന്ധമുള്ളവയും വിഷാംശമുള്ളവയുമാണ്. പഠിക്കുക. ഇനി 17ാം ഗ്രൂപ്പിൽ ഏതൊക്കെ മൂലകങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുക സുഹൃത്തുക്കൾ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ എന്നിങ്ങനെ 5 പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് ഏതിൽ വരുന്നത്? നമ്മുടെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ വരുന്നത്. ഒന്നുകൂടി പറയാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ എന്നീ 5 പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് 17ാം ഗ്രൂപ്പിൽ വരുന്നത്. ഇവരെ വിളിക്കുന്ന പേരാണ് ഹാലജൻസ് എന്ന്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹാലജൻസ് എന്ന്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ഈസി കോഡ് പറഞ്ഞു തരാം. ഹലോ FC ബ്രോക്ക് അയ്യോ ആസ്മ എന്നങ്ങ് പഠിക്കുക. ഹലോ FC ബ്രോക്ക് അയ്യോ ആസ്മ എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻസിനെ സൂചിപ്പിക്കുന്നു. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിൻ ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ എന്ന് പഠിക്കുക. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ക്ലോറിൻ എന്ന് പഠിക്കുക. ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രോമിൻ ആണ്. ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രോമിൻ ആണ്. അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയഡിൻ ആണ്. അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? അയഡിൻ ആണ്. അതുപോലെ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസ്റ്റാറ്റിൻ ആണ്. ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിൻ ആണ്. അപ്പോൾ ഹലോ FC ബ്രോക്ക് അയ്യോ ആസ്മ എന്നങ്ങ് പഠിക്കുക. ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻസിനെ സൂചിപ്പിക്കുന്നു. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിൻ ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ ആണ്. ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോമിൻ ആണ്. അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയഡിൻ ആണ്. അതുപോലെ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്റ്റാറ്റിൻ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് PSC പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും കൃത്യമായി പഠിച്ചു തീർക്കേണ്ട ഭാഗമാണ്. കാരണം ഇനി പറയാൻ പോകുന്ന എല്ലാ പോയിന്റും 100ൽ കൂടുതൽ തവണ PSC ആവർത്തിച്ച ചോദ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലയാണ് പറയുന്നത്. ഇവയിൽ പറയുന്ന എല്ലാ പോയിന്റ്സും 100ൽ കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം പഠിക്കാം. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VD ഭട്ടതിരിപ്പാടാണ്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപീകരിച്ചത്. ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് തെറ്റിയ പോയിന്റ് ആണ്. സുഹൃത്തുക്കളെ, ഇതിന്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം അങ്ങ് പഠിച്ചു കളയാം. ഒരു യോഗം കൂടുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമ്മൾ നിലവിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കും അല്ലെ? എന്നിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു യോഗം ആരംഭിക്കുന്നത്. ഏതൊരു യോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ വിളക്കിൽ തിരിയിട്ട് ആ തിരി കത്തിച്ചതിന് ശേഷമായിരിക്കും യോഗം ആരംഭിക്കുന്നത്. അപ്പോ യോഗക്ഷേമ സഭ രൂപീകരിച്ച വ്യക്തി ആരാണ്? VT തിരിപ്പാട്. അപ്പൊ തിരിയിട്ട് കത്തിച്ചിട്ടാണ് യോഗക്ഷേമ സഭ ആരംഭിച്ചതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് ആരാണ്? VT തിരിപ്പാട്. ഇനി മറക്കൂലല്ലോ സുഹൃത്തുക്കളെ. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? വിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കണം. അപ്പൊ യോഗക്ഷേമ സഭ ആരംഭിച്ചത് VT തിരിപ്പാട്. മറക്കരുത്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികള്. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജത്തിന്റെ രൂപീകരണം ആരെന്ന് ചോദിച്ചാല് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതിൽ തന്നെ ഉണ്ട് ആള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. കണ്ടോ? 2 ആനന്ദന്മാര് കിടക്കുന്നുണ്ടോ അതിനിടയ്ക്ക്? ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ത് ചെയ്തു? പുള്ളിക്കാരന്റെ പേരിന്റെ കുറച്ചെടുത്ത് എന്ത് ചെയ്തു? ഒരു സഭ അങ്ങ് ആരംഭിച്ചു. ആനന്ദ മഹാസഭ. അപ്പോ ആനന്ദ മഹാസഭ ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം ആരാണ് സുഹൃത്തുക്കളെ? വാഗ്ഭടാനന്ദൻ. നമ്മുടെ ആത്മാവിൽ നിന്നല്ലേ സുഹൃത്തുക്കളെ വാക്ക് പുറത്തു വരുന്നത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നുമാണ് വാക്ക് പുറത്തു വരുന്നത് എന്നങ്ങ് പഠിക്കുക. അപ്പോ ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്?
വാക്പടാനന്ദൻ. ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാക്പടാനന്ദൻ. അപ്പോ ആത്മാവിൽ നിന്നാണ് വാക്ക് വരുന്നത് എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആരാണ്? വാക്പടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയിൽ എന്താണ്? കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയ സമാജം രൂപീകരിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പോർഷൻ പഠിച്ചെടുക്കുക എന്ന് മാത്രം സുഹൃത്തുക്കൾ വിചാരിക്കുക. അരയ സമാജം രൂപീകരിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യനെന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. സാധുവായ അയ്യനെന്നങ്ങ് പഠിച്ചു വെക്കുക. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. സാധുവായ അയ്യനെന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. നായർ സർവീസ് സൊസൈറ്റി എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. NSS നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ. സുഹൃത്തുക്കളെ, ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനല്ലേ പറ്റത്തുള്ളൂ. ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അത് ആരായിരിക്കണം ആ സഭ രൂപീകരിക്കേണ്ടത്? ഒരു ദേവനായിരിക്കണം രൂപീകരിക്കേണ്ടത്. അത്രേ ഉള്ളൂ. പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിച്ചത് കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. മറക്കരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. അപ്പോ ഒരു ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനായിരിക്കണം. പഠിച്ചു വെച്ചേക്കാ സുഹൃത്തുക്കൾ, ഒരിക്കലും മറന്നു പോവരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ കുമാര ഗുരുദേവനാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. നമ്മൾ PSC പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ശ്രീനാരായണ ഗുരു. അതിൽ തന്നെ ഉണ്ടല്ലേ? ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. അതിൽ തന്നെ ഉണ്ട്. നമുക്ക് 1 മാർക്കോ അതിൽ കൂടുതലോ കിട്ടാൻ സാധ്യതയുള്ള മേഖലയിലുള്ള ചോദ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നുകൂടി പറയുവാണ്, ഡൗട്ടുള്ള സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? വിളക്കിലെ തിരിയിട്ട് കത്തിക്കും. അപ്പൊ ഭട്ടതിരിപ്പാട്. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ രൂപീകരിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. രണ്ടിടത്തും ആനന്ദമുണ്ട് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാക്പടാനന്ദൻ. ആത്മാവിൽ നിന്നാണ് വാക്കുണ്ടാകുന്നത്. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാക്പടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്ന് പഠിച്ചു വെക്കുക. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെക്കുക. സാധുവായ അയ്യൻ എന്ന് പഠിക്കുക. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. നായർ സർവീസ് സൊസൈറ്റി NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനെ പറ്റുള്ളൂ. അപ്പോ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് കുമാരഗുരു ദേവനാണ്. പിന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ആരാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ശ്രീനാരായണ ഗുരുവാണ്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് മലബാർ കോൺഗ്രസ്. ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. ഈ മേഖലയിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് സുഹൃത്തുക്കൾ പഠിക്കുക. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം അഥവാ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1916. മറക്കല്ലേ, മലബാർ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1916. ഇതിന് അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആണ്. ഇതിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. അപ്പൊ ഒന്നുകൂടി പറയാം, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ചോദിച്ചാൽ അത് 1916. ഇതിന് അധ്യക്ഷത വഹിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി ബസന്റ്. മറക്കരുത്. സമ്മേളനം നടന്നതാണ് പാലക്കാട്. മറക്കരുത്. സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? പാലക്കാടാണ്. മറക്കരുത്. 1920 മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് മഞ്ചേരി. 1920 മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ചേരിയിൽ വെച്ചാണ്. ഇതിന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ കസ്തൂരി രംഗ അയ്യങ്കാർ. മറക്കരുത്. ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കസ്തൂരി രംഗ അയ്യങ്കാർ. ഒന്നുകൂടി പറയാം, 1920 മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ചോദിച്ചാൽ അത് മഞ്ചേരിയാണ്. അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് കസ്തൂരി രംഗ അയ്യങ്കാരാണ്. ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്ത വിഷയങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. LGS LDC ലെവലുള്ള സുഹൃത്തുക്കൾ നന്നായിട്ടൊന്ന് പഠിക്കുക. ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. മറക്കരുത്. ഭരണപരിഷ്കരണം,
കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. ഗാന്ധിജി കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. ഗാന്ധിജിയുടെ കേരള യാത്രകളെ കുറിച്ച് നമുക്കൊരു ക്ലാസ് ചെയ്യാം. ഇപ്പോ പഠിക്കുക സുഹൃത്തുക്കള്. ഗാന്ധിജി കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും ശക്തി പ്രാപിച്ചത് മലബാറിലാണ്. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാല് മലബാറിലാണ്, മറക്കരുത്. KPCCയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23-നാണ്. KPCCയുടെ ആദ്യ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23-ന്. KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി കെ മാധവൻ നായർ. KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? കെ മാധവൻ നായരാണ്. KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി ആയ വ്യക്തി ആരാണ്? കെ മാധവൻ നായരാണ്. KPCCയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം, ഒറ്റപ്പാലം. KPCCയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റപ്പാലമാണ്, മറക്കരുത്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച സമ്മേളനമായിരുന്നു പയ്യന്നൂർ സമ്മേളനം, വർഷം 1928. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച സമ്മേളനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പയ്യന്നൂർ സമ്മേളനം, വർഷം 1928. ഈ വർഷം സുഹൃത്തുക്കൾ മറക്കരുത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു വർഷമാണ്. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 2 മറക്കരുത്. ഇന്ത്യയിലെ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ എത്രയാ സുഹൃത്തുക്കളെ? ഭാഗം 2. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വമാണ് ഏക പൗരത്വം. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം എന്താണ്? ഏക പൗരത്വമാണ്. എന്ത് പൗരത്വമാണ്? ഏക പൗരത്വം. ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 5 മുതൽ 11 വരെ. എത്ര മുതൽ എത്ര വരെയാണ്? 5 വകുപ്പ് മുതൽ 11-ാം വകുപ്പ് വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. ഒന്നുകൂടി പറയാം, പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാലാണ് 2. ഇന്ത്യൻ ഭരണഘടനയെ വിഭാവനം ചെയ്യുന്ന പൗരത്വം ചോദിച്ചു കഴിഞ്ഞാൽ ഏക പൗരത്വം. ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 മുതൽ 11 വരെ. പൗരത്വ നിയമം പാസാക്കിയ വർഷം 1955. പൗരത്വ നിയമം പാസാക്കിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1955-ലാണ്. എത്രയാ സുഹൃത്തുക്കളെ? 1955. ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് LM സിഗ്വി കമ്മിറ്റി. ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി എന്ന് ചോദിച്ചാല് LM സിഗ്വി കമ്മിറ്റിയാണ്. ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒന്നുകൂടി പറയുന്നു, ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LM സിഗ്വി കമ്മിറ്റിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. എങ്ങനെയാ പറഞ്ഞത്? ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. ഒന്നുകൂടി പറയുവാണ്, ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ആ പോയിന്റിന്. ഏതൊക്കെയാണ് 5 രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജന്മസിദ്ധമായി ലഭിക്കുന്ന പൗരത്വം, അല്ലെങ്കിൽ ബൈ ബർത്ത് എന്ന് പറയും. അതായത് ജനനത്തോടു കൂടി നമുക്ക് ലഭിക്കുന്ന പൗരത്വം. നമ്മളിപ്പോ ഇന്ത്യയിലാണ് ജനിക്കുന്നത്, നമുക്ക് എന്താണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം നമുക്ക് ലഭിക്കാനുള്ള അവകാശമുണ്ട്. 2-ാമത്തെ പോയിന്റ് ആണ് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു തലമുറ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ സെറ്റിൽ ആവുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ അവിടുത്തെ പൗരത്വം എടുക്കുകയാണെന്ന് കരുതുക. അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? മറ്റുള്ളവരെക്കാളും പെട്ടെന്ന് പൗരത്വം ലഭിക്കുവാൻ കഴിയും. കാരണം നമ്മൾ എന്താണ്? ഇന്ത്യൻ പൗരനായതുകൊണ്ട്. ആ പോയിന്റ് സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക? ഓർക്കുക. രജിസ്ട്രേഷൻ മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയുടെ പൗരത്വം നേടാൻ കഴിയും. ചിരകാല അധിവാസം മുഖേന ഒരുപാട് വർഷക്കാലം ഇന്ത്യയിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ഇന്ത്യൻ പൗരത്വം ലഭിക്കാം. ഒരുപാട് നാൾ ഇന്ത്യയിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതാണ് ചിരകാല അധിവാസം മുഖേന എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രാദേശിക സംയോജനം മൂലം, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ കൂട്ടിച്ചേർക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശത്തുള്ള വ്യക്തികൾക്ക് ഇന്ത്യയുടെ പൗരത്വം ലഭിക്കും. അതാണ് പ്രാദേശിക സംയോജനം മൂലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സുഹൃത്തുക്കളെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഒന്നുകൂടി പറയാം, പ്രധാനമായും 5 രീതിയിലാണ് ഇന്ത്യയിൽ നിന്ന് പൗരത്വം ലഭിക്കുന്നത്. ഏതൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരം, ചിരകാല അധിവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ഇങ്ങനെയുള്ള 5 രീതിയിൽ പൗരത്വം എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു
പഠിക്കുന്നു. ഇനി ഇത് 5 എണ്ണവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാൻ ഒരു സിമ്പിൾ കോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. തീരദേശത്തെ ജന്മിയുടെ പിന്നെ രാജിക്ക് ലഭിച്ചു എന്നങ്ങ് പഠിക്കുക. എന്താ പറഞ്ഞത് കോഡ്? തീരദേശത്തെ ജന്മിയുടെ പിന്നെ രാജിക്ക് ലഭിച്ചു എന്നങ്ങ് പഠിക്കുക. ഇതിൽ ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിരകാലവാസം, ദേശത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാദേശിക സംയോജനം. അപ്പോ പ്രാദേശിക സംയോജനത്തെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ദേശത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക സംയോജനമാണ്, അല്ലെങ്കിൽ 2 ദേശങ്ങളുടെ സംയോജനം എന്ന് നമുക്ക് പറയാം. ജന്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധമായി ലഭിക്കുന്നു. ജന്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധമായി ലഭിക്കുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. അതുപോലെ രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ഒന്നുകൂടി പറയുവാണേ, തീരദേശത്തെ ജന്മിയുടെ പിന്നെ രാജിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൗരത്വം ലഭിക്കുന്ന രീതികളാണ് പറയുന്നത്. ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരകാലവാസം, ദേശത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക സംയോജനം, അല്ലെങ്കിൽ 2 ദേശങ്ങളുടെ സംയോജനം എന്ന് നമുക്ക് പറയാം. ജന്മിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധമായി എന്ന് ഉദ്ദേശിക്കുന്നു. അതുപോലെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. അതുപോലെ രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ഈ ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയുമായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസിന്റെ ഡേ 6 നമ്മൾ നോക്കിയത്. ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അപ്പം നമുക്ക് നാളെ കാണാം. ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കളെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തിക്കാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പം സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു.